അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ തൊട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ലേ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ്ട് ചേട്ടനും മക്കൾക്കും ഒന്നും പോകണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റപ്പോൾ ഒരുപാട് താമസിച്ചു, 6:45 7 മണി അടുപ്പിച്ചായേ. അപ്പോൾ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. അങ്ങനെ ഇന്നലെ ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ദോശയും ചിക്കൻ കറിയായിരുന്നേ. അപ്പോൾ അതെല്ലാം അവർ കഴിച്ചു, ചേട്ടനും പിള്ളേരും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ചുവിന് സൈക്കിൾ ഓട്ടിക്കാൻ അറിഞ്ഞുകൂടായിരുന്നേ. അപ്പോൾ നന്ദൂട്ടനാണെങ്കിൽ അവളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇവൻ തള്ളിയിടുമെന്നൊക്കെ. അപ്പം പിന്നെ പാവം അവൻ ഒന്നും ചെയ്യുന്നില്ല, നല്ല വൃത്തി അവൻ സൈക്കിൾ ഓട്ടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുവേ. ഇവൾ പോവില്ല, ഇവൾക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഇവൾ പോവില്ല. അത് കഴിഞ്ഞ് അതെല്ലാം കുറച്ച് സമയം ഞാൻ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ ഞാൻ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നേ. അപ്പം ഞാൻ ദോശയും ചിക്കൻ കറിയും എടുത്തേ. എനിക്കൊരു ഗ്ലാസ് ചായ ആണ്, എനിക്ക് ചായ വേണം, അതുകൊണ്ട് ഞാൻ ചായ എടുത്തേ. ചേട്ടനാണെങ്കിൽ കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ ചേട്ടൻ കട്ടൻ ചായയും കൂട്ടിയാണ് കുടിച്ചത്. എന്നിട്ട് ഞാൻ ഒരു സിനിമ ഇട്ടിരുന്നു, അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, അത് സോപ്പ് പൊടിയിൽ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. അത് പിന്നെ ഒരുപാട് താമസിച്ചാണ് ഞാൻ അലക്കിയത്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ഇവിടെ ഇങ്ങനെയാണ്, ശരിക്കും മഴയുണ്ട്, നല്ല മഴയായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത മഴ. ഇടയ്ക്കിടയ്ക്ക് തോരും, പിന്നെ വീണ്ടും തുടങ്ങും. പിന്നെ കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒതുക്കുക, അതൊക്കെ ഞാൻ തേച്ച് കഴുകി മാറ്റി വെച്ചേ. എന്നിട്ട് അടുക്കളയൊക്കെ തൂത്തിട്ടു. എന്നിട്ട് ഗ്യാസിൽ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ടായിരുന്നേ. നല്ലവണ്ണം ചൂടാവാൻ വേണ്ടി നന്ദൂട്ടനും കൊടുക്കാനാണ്. അവനാണെങ്കിൽ കണ്ണ് തെറ്റിയാൽ പച്ചവെള്ളമേ കുടിക്കുകയുള്ളൂ. അത് പച്ചവെള്ളം ഞാൻ അങ്ങനെ കൊടുക്കൂലേ. ഇവനാണെങ്കിൽ ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പച്ചവെള്ളമാണേ. അപ്പോൾ ഞാൻ പിന്നെ വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിനെ തണുപ്പിച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അടുക്കളയൊക്കെ തൂത്ത് ഒതുക്കി ഇട്ട്, അടുക്കള തൂത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പകുതി ജോലി സമാധാനമുണ്ടേ. അടുക്കള ചെറിയ അടുക്കളയായതുകൊണ്ട് വലുതായിട്ടൊന്നും തൂക്കാനൊന്നും ഇല്ലേ. അപ്പോൾ ഉള്ള സ്ഥലം നമ്മൾ തൂത്ത് വൃത്തിയാക്കി ഇടണമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ചുവും നന്ദൂട്ടനും കൂടെ എന്തിനോ വേണ്ടി പിണങ്ങി, രണ്ടുപേരും കൂടെ അടിയായി. അവൾ പിന്നെ വാശി പിടിച്ച് പിണങ്ങി ഇരിപ്പായി. കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ ചെന്ന് വിളിച്ചിട്ടൊന്നും വന്നില്ലേ. കിടപ്പായിരുന്നേ. കിടക്കയും കരച്ചിലും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നേ. എങ്ങനെ വിളിച്ചെന്നൊക്കെ വന്നില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരമാണ് കിടക്കട്ടെ, പിന്നെ തനിയെ എഴിച്ച് വരുമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും നമ്മളെ വെട്ടോത്തി ഒന്ന് പൊട്ടിപ്പോയേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ പറഞ്ഞ് തിരിച്ച് ഞാൻ അവിടെ ആലയിൽ കൊടുത്ത് ശരിയാക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരട്ടെന്നും പറഞ്ഞ് ചേട്ടൻ പോവാൻ വേണ്ടി ഇറങ്ങി. അപ്പം നന്ദൂട്ടനും അച്ഛനും കൂടെ പറഞ്ഞു, അച്ഛാ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരണേ എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നത്. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ ഭയങ്കര മഴയായതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഇവരെ കലാപരിപാടികളൊക്കെ. പടം വരയ്ക്കാനും ഒരു ബുക്ക് നിറച്ച് വരച്ച് വയ്ക്കുവേ. എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞാൽ അച്ചു കുറച്ചൊക്കെ പഠിച്ച് അത് നോക്കി ABCD എല്ലാം എഴുതിയൊക്കെ വയ്ക്കും. അവനാണെങ്കിൽ ആ സമയം കളി മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് അരിയൊക്കെ കഴുകി അടുപ്പിൽ വച്ചു. അത് കഴിഞ്ഞ് അടിയും പിടിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വിശന്നപ്പോൾ അവർ ബിസ്ക്കറ്റ് കഴിക്കാമായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ അമ്മ വന്നു. ഫ്രിഡ്ജിൽ പാൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരെ ഫ്രിഡ്ജ് 2 ദിവസം കൊണ്ട് എന്തോ കംപ്ലൈൻ്റ് ആയേ. അപ്പോൾ നമ്മളെവിടെയാണ് പാലൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ അമ്മ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ കടയിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ പയർ കുക്കറിൽ വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്, പയർ തോരൻ വയ്ക്കാനാണ്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ തണ്ണിമത്തൻ വാങ്ങിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തൻ, അവൾ ഇഷ്ടം പോലെ കഴിക്കും. നന്ദൂട്ടൻ വീണ്ടും പിണങ്ങി. ആ ചേട്ടൻ്റെ അടുത്തൊരു കളർ പെൻസിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ അത് മറന്നുപോയി, അതുകൊണ്ടാണ് കരയണേ. അത് കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ കുറച്ച് കോവിലിൽ നിന്ന് തേങ്ങ കിട്ടുമായിരുന്നു, അത് നമ്മൾ ഉണക്കി അരിയാനിരുന്നേ. അത് കഴിഞ്ഞ് 12:30 കഴിഞ്ഞപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നേ. പിള്ളേർക്ക് ചോറ് നന്ദൂട്ടന് വാരി കൊടുത്താലേ കഴിക്കുകയുള്ളൂ, അച്ചു കഴിക്കുകയെ. അങ്ങനെ ഞാനും പിള്ളേരും അമ്മയൊക്കെ ചോറ് കഴിക്കാനിരുന്ന് ചോറൊക്കെ കഴിച്ച്. ചേട്ടൻ അപ്പോഴവിടെ ഇല്ലായിരുന്നു, വെള്ളനാട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയേ. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് തേങ്ങ കൂടെ അരിയാനുണ്ടായിരുന്നേ. അമ്മ അതെല്ലാം വീണ്ടും ഇരുന്ന് അരിയാൻ തുടങ്ങി. അതിപ്പോൾ ഇവിടെ ശനിയാഴ്ച ദിവസം നീരാഞ്ജനമുണ്ട് നമ്മളെ ക്ഷേത്രത്തിൽ. അപ്പോൾ അതിൻ്റെ തേങ്ങയൊക്കെ അമ്മയ്ക്ക് കിട്ടും. അമ്മ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഉണക്കിയിട്ടാണ് അരിയുന്നത്. അപ്പോൾ അരിഞ്ഞ് നമ്മളത് മില്ലിൽ കൊടുത്ത് വെളിച്ചെണ്ണ ആക്കിയെടുക്കും, അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ പിന്നെ അരയ്ക്കാൻ അങ്ങനെ അത് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ആക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും അമ്മയും പിള്ളേരും കൂടെ ഇവിടെ ഓണക്കോടി എടുക്കാൻ പോയി. അല്ലൂസ് കളക്ഷനിലാണ് പോയത്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് വെളിയന്നൂർ ഒരു ഷോപ്പാണ് ഇത്, ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ എല്ലാ തുണിത്തരങ്ങളും അവിടെ ഉണ്ട്. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് അടുത്ത വീഡിയോ പറയാമേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.